കേരളത്തിലെ ആദ്യ ഏക ഇസ്ലാമിക ഡൈനാസ്റ്റി അറക്കൽ ബീവിയുടെ കുടുംബമാണ്. അപ്പോൾ ഞാൻ അറക്കൽ ബീവിയെ കാണാൻ പോയി. അറക്കൽ ബീവിയെ കാണാൻ അപ്പോൾ ഞാൻ കണ്ണൂർ എസ് പി ആയപ്പം ഈ കേരളത്തിലെ ആദ്യ ഏക ഇസ്ലാമിക ഡൈനാസ്റ്റി അറക്കൽ ബീവിയുടെ കുടുംബമാണ്. അപ്പോൾ ഞാൻ അറക്കൽ ബീവിയെ കാണാൻ പോയി. അറക്കൽ ബീവിയെ കാണാൻ ചെന്ന് അലി ഇതവരെ കണ്ട്. അപ്പോൾ അവർ ഈ കുറച്ച് റെക്കോർഡ്സ് എനിക്ക് ഒറിജിനൽ കണ്ണുകൊണ്ട് റെക്കോർഡ്സ്. അപ്പോൾ ആ ഒറിജിനൽ കണ്ണുകൊണ്ട് റെക്കോർഡ്സ് വായിക്കുമ്പോൾ ഒരു 1000 years ഓഫ് കണ്ടിന്യൂസ് ഇന്നാരുടെ മകൻ ഇന്നാരുടെ മകൻ ഇങ്ങനെ കണ്ടിന്യൂസ് റെക്കോർഡ്സ് ഓഫ് ദ ഡൈനാസ്റ്റി. അത് മറ്റ് ഹിന്ദു ഡൈനാസ്റ്റി പോലും 1000 കൊല്ലത്തെ ഈ ഇതില്ല. ഇസ്ലാമില് ഈ നോളജിനെ കുറിച്ച് പറയുന്നത് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ഈ അറിവ് പാരമ്പര്യമായിട്ട് കിട്ടണം. ഒരാൾ തൻ്റെ ഗുരുവിൽ നിന്ന് ഗുരുപരമ്പരയെ കൃത്യമായും അറിയുകയും ഓരോ ഗുരുവിൻ്റെയും ബയോഗ്രഫി അറിയുകയും അവരുടെ സമ്പൂർണ്ണ ചരിത്രം അറിഞ്ഞിട്ട് ആ ഗുരു സ്വീകരിക്കാൻ പറ്റുന്ന ആളാണോ എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലെ ഒരു അറിവിൻ്റെ രീതി. ഇസ്ലാമിൻ്റെ എനിക്കറിയുന്നൊരു കാര്യം സാറിനൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഒന്ന് ഖുർആൻ, 2 ഹദീസ് തിരുവചനം, അതിൽ നിന്നാണ് നോളജ് എമർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖുർആൻ 1400 വർഷം മുമ്പ് ദൈവത്തിൽ നിന്ന് അവതരിച്ച ഈ വചനങ്ങളെ എങ്ങനെയാണ് 14 നൂറ്റാണ്ടിന് ശേഷമുള്ള എനിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ എനിക്കതിനെ പഠിപ്പിച്ച ആളുടെ പേരും അഡ്രസ്സും പൂർണ്ണമായും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെയും പ്രവാചകർ വരെയുള്ള മുഴുവൻ ഗുരുനാഥന്മാരുടെയും ചരിത്രം അറിയും. അതിലൊരാൾ പോലും കള്ളം പറയുന്നവരോ വഞ്ചന നടത്തുന്നവരോ ആശയങ്ങൾ കടത്തിക്കൂട്ടുന്നവരോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ ചരിത്രത്തെ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത്. ഇബ്നു അസാക്കിർ ബഗ്ദാദിൻ്റെ ചരിത്രം എഴുതി. ഇപ്പോൾ അത് 40 വോളിയുള്ള പുസ്തകം, ഇപ്പോൾ അതിലും കൂടുതൽ വന്നിട്ടുണ്ട്. ബഗ്ദാദിൽ ജീവിച്ച മുഴുവൻ ആളുകളുടെ ചരിത്രം. അതുപോലെ ദിമിഷ്കിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഡമാസ്കസിൻ്റെ ചരിത്രം, ഇതൊക്കെ 100 വോള്യൂംസുള്ള പുസ്തകങ്ങൾ അവരൊക്കെ എഴുതിയത് ഈ നിലക്കാണ്. അപ്പോൾ ഈ തിരുവചനങ്ങളെന്ന് പറയുന്നത് ശരിക്കും മനഃപ്പാടമാക്കി ഈ ഗുരുക്കളുടെ കുറിച്ച് പഠിച്ച് അങ്ങനെ വരുന്നൊരു ഓർഡറാണ്. അതെ അതെ. അപ്പോൾ ആ ഡൈനാസ്റ്റി ഓർഡർ അവർ അറൗണ്ട് 800 years അവർ കണ്ടിന്യൂസ് ഓരോ സക്സഷൻ ഇങ്ങനെ കറക്റ്റ് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ. അത് ഇന്ത്യൻസ് ഹിസ്റ്ററി എഴുതുന്ന പതിവില്ലാത്ത ഒരു ഇന്ത്യൻസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു ഹിസ്റ്ററി എങ്ങനെ എഴുതപ്പെട്ടത് നമ്മളൊരു അത്ഭുതപ്പെട്ടു.